ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് വാർത്താവിനിമയം എന്ന് പറയുന്ന ഭാഗത്ത് തപാൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ റിവിഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് റിവിഷൻ ചെയ്യേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് തപാൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് ആരെന്ന് ഓർത്തിരിക്കണം. തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റൗലൻഡ് ഹിൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റൗലൻഡ് ഹിൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിന്റെ ഡിസൈനർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് HL തുല്യർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. HL തുല്യരാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗലൻഡ് ഹില്ലാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HL തുല്യരാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക പെന്നി ബ്ലാക്ക് ആണ്. പെന്നി ബ്ലാക്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ്. രണ്ടാമത് വരുന്നത് പെന്നി ബ്ലൂ ആണ്. ലോകത്തിലെ രണ്ടാമത്തെ സ്റ്റാമ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെന്നി ബ്ലൂ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സിന്ധ് ടാക്കയാണ്. സിന്ധ് ടാക്കയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് എന്ന കാര്യം ഓർക്കുക. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് വരുന്ന സ്റ്റാമ്പ് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് സിന്ധ് ടാക്കയാണ്. ഇത് കൊണ്ടുവരുന്നത് സിന്ധ് പ്രവിശ്യയിലെ ആ കാലയളവിലെ സിന്ധ് പ്രവിശ്യയിലെ ബാർട്ടിൽ ഫെരേര എന്ന് പറയുന്ന ഗവർണറാണ് ഈ പറയുന്ന സിന്ധ് ടാക്ക കൊണ്ടുവരുന്നത്. അപ്പൊ ഏഷ്യയിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും ഒക്കെ ആദ്യത്തെ സ്റ്റാമ്പാണ് സിന്ധ് ടാക്ക. അത് കൊണ്ടുവരുന്നത് ആരാണ്? ഈ പറയുന്ന സിന്ധ് പ്രവിശ്യയിലെ ഗവർണർ ആയിട്ടുള്ള ബാർട്ടിൻ ഫെരേരയാണെന്ന കാര്യം ഓർക്കുക. ഇനി ലോകത്ത് ആദ്യമായിട്ട് ഒരു സ്റ്റാമ്പ് വരുന്നത് 1840 കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലും ഏഷ്യയിലും ഒക്കെ ആയിട്ട് ഈ സിന്ധ് ടാക്ക എന്ന് പറയുന്ന സ്റ്റാമ്പ് ആദ്യമായിട്ട് വരുന്നത് 1852 കാലഘട്ടത്തിലാണ്. 1852 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റാമ്പ് വരുന്നത്. ലോകത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് 1840 ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി നമ്മൾ ഈ സ്റ്റാമ്പുകളെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാമ്പുകളെ കുറിച്ചിട്ടുള്ള പഠനം എന്തു പേരിൽ അറിയപ്പെടുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഫിലാറ്റലി എന്നാണ്. ഫിലാറ്റലി എന്നാണ് സ്റ്റാമ്പുകളെ കുറിച്ചിട്ടുള്ള പഠനം അറിയപ്പെടുന്നത്. സ്റ്റാമ്പ് ശേഖരണത്തെ കുറിച്ചും എന്ത് തന്നെയാണ് പറയുന്നത്? ഫിലാറ്റലി എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇനി ലോക തപാൽ ദിനമുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലെ തപാൽ ദിനമുണ്ട്. അവിടെ തന്നെ ലോക തപാൽ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 9 ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം അതായത് ഒക്ടോബർ 10 ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നത്? തപാൽ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഇത് ലോകത്താണ്, ഇത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ തപാൽ ദിനം ഒക്ടോബർ 10 ആണെങ്കിൽ ലോകത്ത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഒക്ടോബർ 9 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങളാണ്. അതിലൊന്നാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ അതിൻ്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിലെ ബേൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനിൽ ഇന്ത്യ അംഗമായത് 1876 അപ്പോൾ 1876 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനിൽ അംഗമാകുന്നത്? ഇന്ത്യ അംഗമാകുന്നത് എന്ന കാര്യം ഓർക്കുക. സ്വിറ്റ്സർലാൻഡിലെ ബേൺ ആണ് ഇതിന്റെ ആസ്ഥാനം എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഏഷ്യ പസഫിക് പോസ്റ്റൽ യൂണിയൻ ആണ്. ഏഷ്യ പസഫിക് പോസ്റ്റൽ യൂണിയൻ ആണ്. അതിലേക്ക് വരുമ്പോൾ അത് എവിടെയാണ് അതിന്റെ ആസ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തായ്ലാൻഡിലെ ബാങ്കോങ് ആണ്. തായ്ലാൻഡിലെ ബാങ്കോങ് ആണ് എന്തിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത്? ഈ പറയുന്ന ഏഷ്യ പസഫിക് പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. അപ്പൊ ഏഷ്യ പസഫിക് പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തായ്ലാൻഡിലെ ബാങ്കോങ് ആണ്. ഈ തായ്ലാൻഡിലെ ബാങ്കോങ് ആസ്ഥാനമായിട്ടുള്ള ഏഷ്യ പസഫിക് പോസ്റ്റൽ യൂണിയനിൽ ഇന്ത്യ അംഗമാകുന്നത് 1964 കാര്യം ഓർത്തിരിക്കണം. അപ്പൊ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ഉണ്ട്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ ബേൺ ആണ്. അതിൽ ഇന്ത്യ അംഗമാകുന്ന 1876 അതുപോലെ തന്നെ ഏഷ്യ പസഫിക് പോസ്റ്റൽ യൂണിയൻ ഉണ്ട്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തായ്ലാൻഡിലെ ബാങ്കോങ് ആണ്. അതിൽ ഇന്ത്യ അംഗമാകുന്നത് 1964 കാലഘട്ടത്തിലാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പ് ആദ്യമായിട്ട് വരുന്നത് 1852 അതിന്റെ പേര് നമ്മൾ പരിചയപ്പെട്ടു. സിന്ധ് ടാക്കയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റാമ്പ് വരുന്നത് 1947 നവംബർ മാസം 21 1947 നവംബർ 21 സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഒരു സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഒരു പിൻകോഡ് സിസ്റ്റം ഒക്കെ വരുന്നപ്പാന്ന് വെച്ചാൽ 1972 1972 ഇന്ത്യയിൽ എന്ത് വരുന്നത്? പിൻകോഡ് സമ്പ്രദായം വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യക്ക് പുറത്ത് ഒരു പോസ്റ്റ് ഓഫീസ് വരുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്റാർട്ടിക്കയിലാണ്. അപ്പോൾ ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ഇന്ത്യക്ക് പുറത്ത് വരുന്നു. അത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ദക്ഷിണ ഗംഗോത്രിയിലാണ് ആദ്യമായിട്ടൊരു ഇന്ത്യക്ക് പുറത്തൊരു പോസ്റ്റ് ഓഫീസ് വരുന്നത്. അത് 1983-84 കാലഘട്ടങ്ങളിലായിട്ടാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രിയിൽ എന്ത് വരുന്നത്? ഒരു പോസ്റ്റ് ഓഫീസ് വരുന്നു. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഇന്ത്യ ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുന്നത് അന്റാർട്ടിക്കയിലെ ദക്ഷിണ
ഗംഗോത്രിയിലാണ്. 83 സ്ഥാപിച്ച് 84 ആയിട്ടാണ് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഇനി ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആരംഭിച്ച എപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2004 ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആരംഭിച്ച എപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് 2004 കാര്യം ഓർക്കുക. അപ്പോൾ 1852 ആദ്യത്തെ സ്റ്റാമ്പ് വരുന്നു. അതിൻ്റെ പേര് സിന്ധ് എന്നാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യത്തെ സ്റ്റാമ്പ് 1947 നവംബർ 21 വരുന്നു. 1972 ഒരു പിൻകോഡ് സമ്പ്രദായം ആരംഭിക്കുന്നത്. ഇന്ത്യക്ക് പുറത്തായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് 1983-84 കാലഘട്ടത്തിൽ ദക്ഷിണ ഗംഗോത്രിയിലാണ് വരുന്നത്. ഇനി ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആരംഭിച്ചത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2004 ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആരംഭിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ പോസ്റ്റ് ഓഫീസ് അല്ലെ. പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന കൃതി ആരാണ് രചിച്ചത് എന്നൊരു ചോദ്യം PSCക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ടാഗോർ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ടാഗോർ ആണ് ഏത് കൃതി രചിച്ചത്? പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന കൃതി രചിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി ഇന്ത്യൻ പോസ്റ്റൽ സർക്കിളുകൾ എത്രയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 23. പോസ്റ്റൽ റീജിയനുകൾ എത്രയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 9. പിൻകോഡിൽ എത്ര അക്കങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ പോസ്റ്റൽ സർക്കിളുകളുടെ എണ്ണം 23, ഇന്ത്യൻ പോസ്റ്റൽ റീജിയനുകളുടെ എണ്ണം 9, അതുപോലെ തന്നെ പിൻകോഡിൽ എത്ര അക്കങ്ങളുണ്ട്? 6 എന്ന കാര്യം ഓർക്കണം, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? ഇന്ത്യൻ പോസ്റ്റൽ സർക്കിളുകൾ 23, ഇന്ത്യൻ പോസ്റ്റൽ റീജിയനുകൾ 9, ഇന്ത്യൻ പിൻകോഡ് അക്കങ്ങൾ എത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി 110001 ഈ ഒരു പിൻകോഡ് നിങ്ങൾ എപ്പോഴും കാണാറുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യുന്നതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ഒരു പിൻകോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ പിൻകോഡാണ് അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പിൻകോഡാണ് 110-001 എന്ന് പറയുന്നത്. ഇത് എന്തിൻ്റെ പിൻകോഡാണ്? പാർലമെന്റിന്റെ പിൻകോഡുമാണ്. ഒപ്പം ഇപ്പോൾ പുതുതായിട്ട് ഇത് സുപ്രീം കോടതിയുടെ പിൻകോഡായിട്ടും വന്നിട്ടുണ്ട്. നേരത്തെ 110-201 ആയിരുന്നു സുപ്രീം കോടതിയുടെ പിൻകോഡ്. അതിപ്പോൾ മാറ്റിയിട്ട് 110-001 ഇന്ത്യയിലെ ആദ്യത്തെ പിൻകോഡാണ് 110-001 എന്ന് പറയുന്നത്. അത് ഇപ്പോൾ പാർലമെന്റിന്റെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും പിൻകോഡാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ഇന്ത്യയുടെ ആദ്യത്തെ പിൻകോഡ് എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ 10-001 എന്ന് ചിലപ്പോൾ തരും. അപ്പോൾ ഓർത്തിരിക്കണം എന്താണ് 110-001 എന്ത് ഇന്ത്യയുടെ ആദ്യത്തെ പിൻകോഡ് എന്ന കാര്യം ഓർത്തിരിക്കുക. അത് എന്തിൻ്റെ പിൻകോഡാണ്? പാർലമെന്റിന്റെ പിൻകോഡ്. ഒപ്പം പുതുതായിട്ട് ഇപ്പോൾ എന്തിൻ്റെയും വന്നിട്ടുണ്ട്? സുപ്രീം കോടതിയുടെയും വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ പഴയത് 110-201 എന്നാണ് സുപ്രീം കോടതിയുടെ പഴയ പിൻകോഡ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഇന്ത്യക്ക് പുറത്ത് ഒരു പോസ്റ്റ് ഓഫീസ് വരുന്നത് ദക്ഷിണ ഗംഗോത്രിയിലാണെന്ന് പരിചയപ്പെട്ടു. അവിടുത്തെ പിൻകോഡ് എന്ന് പറഞ്ഞത് 43001. ഇത് ഗോവയുടെ പനാജിയുടെ പിൻകോഡാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഗോവയിലെ പനാജിയുടെ പിൻകോഡാണ് ഈ പറയുന്ന 43001 എന്ന് പറയുന്നത്. ഇത് എവിടത്തെയും പിൻകോഡ് കൂടിയാണ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് വരുന്നത് എവിടെയാണ്? അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രിയിലാണ്. 1983-84 കാലഘട്ടത്തിലാണ്. അവിടുത്തെ പിൻകോഡാണ് 43001 എന്ന കാര്യം കൂടി ഇവിടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതാ പോസ്റ്റ് ഓഫീസ് വന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതാ പോസ്റ്റ് ഓഫീസ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാബിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ പോസ്റ്റ് ഓഫീസ് എവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതാ പോസ്റ്റ് ഓഫീസ് വരുന്നത് നമ്മുടെ ന്യൂഡൽഹിയിലാണ്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ അത് വരുന്നത് തിരുവനന്തപുരത്താണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്ര, ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്ര അത് വന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാബിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതാ പോസ്റ്റ് ഓഫീസ് ന്യൂഡൽഹി, കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം വന്ന എവിടെയാണ്? പഞ്ചാബിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ചെന്നൈയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് വന്നത്? ചെന്നൈയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ATM വന്നത് ഇവിടെ തന്നെയാണ്, ചെന്നൈയിലാണ്. പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ATM അത് വന്നത് ഇവിടെ തന്നെയാണ്, ചെന്നൈയിലാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ചെന്നൈയിൽ സൈബർ പോസ്റ്റ് ഓഫീസ്, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസും പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ATM ആരംഭിക്കുന്ന എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതാ പോസ്റ്റ് ഓഫീസ് ന്യൂഡൽഹിയിലും കേരളത്തിൽ തിരുവനന്തപുരത്തും. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്ര പഞ്ചാബിലാണ് വരുന്നത്. ഇനി അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ
ഈ സൈബർ പോസ്റ്റ് ഓഫീസ് നമ്മൾ പരിചയപ്പെട്ടു, ചെന്നൈയിലാണ്. ഇനി മൈ സ്റ്റാമ്പ് പദ്ധതിയുണ്ട്. ഈ മൈ സ്റ്റാമ്പ് പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വേണ്ടത് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിലാണ് മൈ സ്റ്റാമ്പ് പദ്ധതി നടപ്പിലാക്കിയതെന്ന കാര്യം ഓർക്കാം. ഇനി ഈ വാർത്താവിനിമയത്തിനൊക്കെ ആയിട്ട് പ്രാവുകളെ ഉപയോഗിച്ച ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ പേരാണ് ഒഡീഷ. വാർത്താവിനിമയത്തിന് പ്രാവുകളെ ഉപയോഗിച്ചത് ഒഡീഷയിലാണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് സ്റ്റാഫ് കോളേജ് ഉണ്ട്. ഇന്ത്യൻ പോസ്റ്റ് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യപ്പെടുന്നത് ഗാസിയാബാദിലാണ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഇന്ത്യൻ പോസ്റ്റ് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് സ്റ്റാഫ് കോളേജ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലും, അതുപോലെ തന്നെ വാർത്താവിനിമയത്തിന് പ്രാവുകളെ ഉപയോഗിച്ച സംസ്ഥാനം ഒഡീഷയാണ്. മൈ സ്റ്റാമ്പ് പദ്ധതി ഇന്ത്യയിലെ ഏത് സംസ്ഥാനമായിട്ട്, ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ്, അപ്പോൾ ജമ്മു കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം വരുന്നത് മൈസൂരാണ്. നമ്മൾ തൊട്ട് മുമ്പ് പരിചയപ്പെട്ട എന്തായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം എന്നാണ് പരിചയപ്പെട്ടത്. അത് പഞ്ചാബിലാണ്. അതേസമയത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ മൈസൂറാണെന്ന കാര്യം ഓർക്കുക. ഇനി സമ്പൂർണ്ണ വനിത അതിലേക്ക് കടന്നു വരുമ്പോൾ അത് പഞ്ചാബും. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ്. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് വന്ന ആദ്യ സംസ്ഥാനം ചോദിക്കുമ്പോൾ ഗോവയും വരാറുണ്ട്. ചില ബുക്കുകളിൽ കേരളവും കാണാറുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് ഉത്തരം രേഖപ്പെടുത്തുക. പൊതുവെ ഗോവ എന്നൊക്കെയാണ് ഇപ്പോൾ കാണാറുള്ളത്, PSC കീകളിലൊക്കെ ആയിട്ട് വരുന്നത്. എങ്കിലും നമ്മൾ മുമ്പൊക്കെ കേരളമെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് എന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗോവയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പോസ്റ്റ് ഓഫീസ് വഴി ഭൂനികുതി അടയ്ക്കുന്ന സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. പോസ്റ്റ് ഓഫീസ് വഴി ഭൂനികുതി അടയ്ക്കാനുള്ള ആ ഒരു സമ്പ്രദായം കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇനി രാജ്യത്തിന് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നമ്മൾ പരിചയപ്പെട്ടു, ദക്ഷിണ ഗംഗോത്രിയാണ്. അത് ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന, രാജ്യത്തിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ഏതാണ്? ദക്ഷിണ ഗംഗോത്രി. അവിടുത്തെ പിൻ നമ്പർ നമ്മൾ പരിചയപ്പെട്ടു, 43001 ഗോവയിലെ പനാജിയുടെ പിൻകോഡാണെന്ന് നമ്മൾ അവിടെ പരിചയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത്, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്പീഡ് പോസ്റ്റ് സെന്റർ വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്പീഡ് പോസ്റ്റ് സെന്റർ വരുന്നത് കൊച്ചിയിലാണ്. 1986 കാലഘട്ടമാണെന്ന കാര്യം ഓർക്കുക. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്പീഡ് പോസ്റ്റ് സെന്റർ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. അതേത് കാലഘട്ടത്തിലാണ്? 1986 കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ തന്നെ ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് വന്നത് എവിടെയാണെന്ന് ചോദിക്കും. അത് 1857 കാലഘട്ടത്തിൽ ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. 1857 കാലത്തിൽ ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ ആലപ്പുഴയിലാണ് എന്ത് വരുന്നത്? കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് വരുന്നത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് വന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആലപ്പുഴയിലാണ്. 1857 അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന അതേ വർഷത്തിൽ തന്നെയാണ് എന്ത് വരുന്നത്? കേരളത്തിൽ ഒരു പോസ്റ്റ് ഓഫീസ് വരുന്നത്. ആ സമയം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാണ്? ഉത്രം തിരുനാളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളിപ്പോൾ പരിചയപ്പെട്ടു 1986 ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പോസ്റ്റ്, എന്താണ്, സ്പീഡ് പോസ്റ്റ് സെന്റർ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് വരുന്നത് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ 1857 കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്പീഡ് പോസ്റ്റ് സെന്റർ വരുന്നത് 1986 കാര്യം ഓർത്തിരിക്കണം. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിക്കീം, ഹിമാചൽ പ്രദേശിലെ ഹിക്കീമിലാണ് അത് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഹിമാചൽ പ്രദേശിലെ ഹിക്കീമിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യപ്പെടുന്ന കാര്യം ഓർക്കുക. നാഷണൽ ഫിലാറ്റലി മ്യൂസിയം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂഡൽഹിയാണ്. എന്താണ് നാഷണൽ ഫിലാറ്റലി മ്യൂസിയം? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റാമ്പ് ശേഖരണത്തെ കുറിച്ചിട്ടുള്ള എന്താണ് ഫിലാറ്റലി എന്നാണ് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫിലാറ്റലി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂഡൽഹി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നാഷണൽ ഫിലാറ്റലി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. പരീക്ഷയ്ക്ക് ചോദ്യം. ഇനി ഇന്ത്യയിൽ ഒഴുകുന്ന ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അത് ദാൽ തടാകം, ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ് ഇന്ത്യയിലെ ഒഴുകുന്ന ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് എവിടെ സ്ഥിതി ചെയ്യപ്പെടുന്നു? ദാൽ തടാകത്തിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഇനി നമുക്കറിയാം, നമ്മുടെ ഒരു രാഷ്ട്രപതി ഉണ്ട്, അതായത് ഗ്യാനി സെയിൽ സിംഗ്. 1986 കാലഘട്ടത്തിൽ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലൊക്കെ വരുമ്പോൾ അദ്ദേഹം പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽസ് സിംഗ്. അപ്പോൾ അദ്ദേഹമാണ് ഈ പറയുന്ന പോസ്റ്റ് ഓഫീസ്
വീറ്റോ ഉപയോഗിക്കുകയാണ്. പോസ്റ്റ് ഓഫീസ് വീറ്റോ പ്രയോഗിക്കുന്നത് എന്തിൻ്റെ മേലാണ് പ്രയോഗിക്കുന്നത്? പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിൻ്റെ മേലാണ്. 1986 കാലഘട്ടത്തിൽ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ല് അതിൻ്റെ മേൽ എന്ത് പ്രയോഗിക്കുകയാണ്? പോസ്റ്റ് ഓഫീസ് വീറ്റോ ആര് പ്രയോഗിക്കുകയാണ്? അന്നത്തെ രാഷ്ട്രപതിയായിട്ടുള്ള ഗ്യാനി സെയിൽ സിംഗ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പോസ്റ്റ് ഓഫീസ് വീറ്റോ പ്രയോഗിച്ചു. പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിന്മേൽ ഏത് രാഷ്ട്രപതിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗ്യാനി സെയിൽ സിംഗ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് പോകാം. ഇന്ത്യയിൽ പോസ്റ്റ് കാർഡ് രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരെന്ന് ചോദിക്കാം. ഇന്ത്യയിൽ പോസ്റ്റ് കാർഡ് രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ AM മോണ്ട് കാന്താണ്. ഇന്ത്യയിൽ പോസ്റ്റ് സ്റ്റാമ്പ് എന്നാണ് ഇവിടെ പറയുന്നത്. പോസ്റ്റ് സ്റ്റാമ്പ് അത് രൂപകൽപ്പന ചെയ്തത് AM മോണ്ട് കാന്താണെന്ന കാര്യം ഓർത്തിരിക്കുക. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? ഇന്ത്യയിലെ പോസ്റ്റ് സ്റ്റാമ്പ് ആരാണ് രൂപകൽപ്പന ചെയ്തതെന്ന് പഠിച്ചപ്പോൾ അവിടെ HL തുല്യർ നമ്മൾ പഠിച്ചു. ഇവിടെ എന്താണ്? പോസ്റ്റ് കാർഡാണ്. പോസ്റ്റ് കാർഡ്, ഞാൻ പോസ്റ്റ് സ്റ്റാമ്പ് എന്നാണ് തോന്നുന്നു പറഞ്ഞത്, തെറ്റി പറഞ്ഞാണ്, ക്ഷമിക്കുക. AM മോണ്ട് കാന്ത് എന്താണ്? പോസ്റ്റ് കാർഡ് രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ്. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിൽ പോസ്റ്റ് കാർഡ് രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ AM മോണ്ട് കാന്ത് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേസമയത്ത് ഇന്ത്യയിൽ പോസ്റ്റ് സ്റ്റാമ്പ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ HL തുല്യർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പോസ്റ്റ് സ്റ്റാമ്പ് HL തുല്യർ ആണ്. അതേസമയത്ത് പോസ്റ്റ് കാർഡ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ AM മോണ്ട് കാന്ത് ആണെന്ന കാര്യം ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സ്റ്റാമ്പുകളെ കുറിച്ചിട്ടുള്ള പഠനം എന്നറിയപ്പെടുന്നത് ഫിലാറ്റലിയാണ്. ഫിലാറ്റലിയാണ് സ്റ്റാമ്പുകളെ കുറിച്ചിട്ടുള്ള പഠനം. നമ്മളിപ്പോൾ പറഞ്ഞു ഇന്ത്യയിൽ പോസ്റ്റ് കാർഡ് രൂപകൽപ്പന ചെയ്തത് AM മോണ്ട് കാന്ത് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പോസ്റ്റ് കാർഡുകളെ കുറിച്ചിട്ടുള്ള പഠനം ഡെൽറ്റിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പോസ്റ്റ് കാർഡുകളെ കുറിച്ചിട്ടുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡെൽറ്റിയോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്റ്റാമ്പുകളെ കുറിച്ചിട്ടുള്ള പഠനം ഫിലാറ്റലി, പോസ്റ്റ് കാർഡുകളെ കുറിച്ചിട്ടുള്ള പഠനം ഡെൽറ്റിയോളജി. ഇനി ഈ പറയുന്ന ഫിലാറ്റലിനെയാണ് ഹോബികളുടെ രാജാവ് എന്ന് പറയുന്നത്. ഹോബികളുടെ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഈ പറയുന്ന സ്റ്റാമ്പ് ശേഖരണമായിട്ടുള്ള ഫിലാറ്റലി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഡെൽറ്റിയോളജി എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് കാർഡുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ത്? ഡെൽറ്റിയോളജി എന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാരൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഹോബി ഏതെന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന ഫിലാറ്റലിയാണ്. ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഫിലാറ്റലിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗാന്ധിജിയാണ്. ഏറ്റവും കൂടുതൽ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ഗാന്ധിജിയാണ്. പിന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഏത് രാജ്യമാണ്? ശ്രീലങ്കയാണ്. ശ്രീലങ്കയുടെ സ്റ്റാമ്പിലാണ് ശ്രീനാരായണ ഗുരു എന്ത് വരുന്നത്? പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ സ്റ്റാമ്പിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി, നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി, അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ വനിതയാണ് ചോദിക്കുന്നെങ്കിൽ, മലയാളി വനിതയാണ് ചോദിക്കുന്നെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അൽഫോൺസാമയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ അൽഫോൺസാമയാണ്. അതേസമയത്ത് ആദ്യമായിട്ട് ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണെന്ന കാര്യം ഓർത്തിരിക്കുക. നാണയത്തിലും അദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് വരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഇനി 2 പ്രാവശ്യം സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ഒരു മലയാളിയുണ്ട്. നമ്മുടെ VK കൃഷ്ണൻ മേനോനാണ്. VK കൃഷ്ണൻ മേനോനാണ് 2 പ്രാവശ്യം സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട മലയാളി എന്ന കാര്യം ഓർക്കുക. VK കൃഷ്ണൻ മേനോനാണ് 2 പ്രാവശ്യം സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട മലയാളി എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു തപാൽ സ്റ്റാമ്പ് വന്നത് ആലപ്പുഴയിലാണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. 1857 കാലഘട്ടത്തിലാണ്. ഇനി ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത് കേരളത്തിൽ എവിടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലാണ്. കുറവ് എവിടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ജില്ല എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പിൻകോഡിൻ്റെ ആദ്യത്തെ അക്കം നമുക്കറിയാം 6 ഇതേ അക്കം, അതായത് 6 വെച്ച് തുടങ്ങുന്ന പിൻകോഡുള്ള മറ്റ് സ്റ്റേറ്റുകളുണ്ട്. അതിലൊന്ന് തമിഴ്നാട് വരുന്നുണ്ട്. 6 വെച്ച് തുടങ്ങുന്ന അക്കമാണ്. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ലക്ഷദ്വീപും അതുപോലെ തന്നെ പുതുച്ചേരിയിലും പിൻകോഡ് എന്തിലാണ് തുടങ്ങുന്നത്? 6 വെച്ചിട്ടാണ്. അങ്ങനെ 4 സ്ഥലങ്ങളുടെ പിൻകോഡ് എന്തിൽ വരുന്നുണ്ട്? 6 വെച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ പിൻകോഡ്, തമിഴ്നാടിൻ്റെ പിൻകോഡ്, ലക്ഷദ്വീപിൻ്റെ പിൻകോഡ്, പുതുച്ചേരിയുടെ പിൻകോഡ്, ഇതൊക്കെ എന്ത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്? 6 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് തൃശ്ശൂർ, ഏറ്റവും കുറവ് വയനാട്. ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് വന്നത് ഉത്തരം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ 1857 ആലപ്പുഴയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക.
ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലൊരു തപാൽ ഓഫീസുണ്ട്. അത് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ തപാൽ ഓഫീസ് കൊച്ചിയിലാണ്. പിന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു കേരളത്തിൽ ആദ്യമായിട്ടൊരു സ്പീഡ് പോസ്റ്റ് സർവീസ് ഒക്കെ വരുന്നത് എവിടെയാണ്? 1986 ഇതേ കൊച്ചിയിൽ തന്നെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ഇൻസ്റ്റന്റ് മണി ഓർഡർ സംവിധാനം വരുന്നതും എവിടെ തന്നെയാണ്? കൊച്ചിയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ടൊരു ഇൻസ്റ്റന്റ് മണി ഓർഡർ സംവിധാനം വന്നത് കൊച്ചിയിലാണെന്ന കാര്യം ഓർക്കുക. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടു കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഉള്ളത് തൃശ്ശൂരാണെന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഡിവിഷൻ ഉള്ളത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോസ്റ്റ് ഓഫീസ് ഡിവിഷൻ ഉള്ളത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ടയാണ് വരേണ്ടത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് തൃശ്ശൂരാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോസ്റ്റൽ ഡിവിഷൻ ഉള്ളത്, പോസ്റ്റ് ഓഫീസ് ഡിവിഷൻ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ പത്തനംതിട്ട. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് തൃശ്ശൂർ, ഏറ്റവും കുറവ് വയനാട്, ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഡിവിഷൻ ഉള്ളത് എവിടെയാണ്? പത്തനംതിട്ടയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് സുപ്രഭാതം എന്ന് പറയുന്ന ഒരു പദ്ധതി നമുക്കറിയാം 2006 കേരള ഗവൺമെന്റിന്റെ കീഴിൽ തുടക്കം കുറിച്ച, അതായത് കേരള പോസ്റ്റൽ സർക്കിളിന്റെ കീഴിൽ തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണ് സുപ്രഭാതം എന്ന് പറയുന്ന പദ്ധതി. PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് രാവിലെ 9 മണിക്ക് മുമ്പ് തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാരന് എത്തിച്ചു കൊടുക്കുന്ന കേരള പോസ്റ്റൽ സർക്കിളിന്റെ ഒരു പദ്ധതിയാണ് സുപ്രഭാതം എന്നറിയപ്പെടുന്നത്. അപ്പോൾ സുപ്രഭാതം എന്ന് പറയുന്ന പദ്ധതി 2006 തുടക്കം കുറിക്കുന്നത്. കേരള പോസ്റ്റൽ സർക്കിളിന്റെ കീഴിൽ വന്നൊരു പദ്ധതിയാണ്. രാവിലെ 9 മണിക്ക് മുമ്പ് ഈ പറയുന്ന തപാൽ ഉരുപ്പടികളൊക്കെ ആർക്കാണോ അത് അയച്ചിരിക്കുന്ന അയാളുടെ കീഴിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു പദ്ധതിയാണ് ഈ പറയുന്ന സുപ്രഭാതം എന്ന് പറയുന്ന പദ്ധതി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ഇൻലൻഡിന്റെ വില ചോദിക്കാം. ഒരു ഇൻലൻഡിന്റെ വില ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 രൂപ 50 പൈസയാണ്. ഒരു ഇൻലൻഡിന്റെ വില ചോദിച്ചാൽ 2 രൂപ 50 പൈസയും. സിംഗിൾ പോസ്റ്റ് കാർഡിന്റെ വിലയാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ 50 പൈസയാണ് വരുന്നത്. അതേപോലെ തന്നെ പോസ്റ്റ് കവറിന്റെ വില ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 രൂപയാണ്. ഇനി തപാൽ സ്റ്റാമ്പിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം എന്ന് പറയുന്നത് 50 രൂപയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഒരു ഇൻലൻഡിന്റെ വില ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻലൻഡിന്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ 2 രൂപ 50 പൈസ. ഇനി ഒരു പോസ്റ്റ് കാർഡിന്റെ വില ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 50 പൈസയാണ്. 5 രൂപ എന്ന് പറയുന്നത് പോസ്റ്റ് കവറിന്റെ വിലയാണ്. ഇനി തപാൽ സ്റ്റാമ്പിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം 50 രൂപയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മണി ഓർഡർ വഴി ഒറ്റത്തവണ അയക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തുക എന്ന് പറയുന്നത് 5000 രൂപയാണ്. മണി ഓർഡർ വഴി അയക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തുക എന്ന് പറയുന്നത് എത്രയാണ്? 5000 രൂപയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ആദ്യത്തെ സ്റ്റാമ്പാണ് നമ്മൾ പരിചയപ്പെട്ടു. സിന്ധ് ടാക്കയാണ് ആദ്യത്തെ സ്റ്റാമ്പ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. അതിൻ്റെ ആ ഒരു കാലത്തെ വില എന്ന് പറയുന്നത് അര അണയാണ്. അര അണയാണ് ആ ഒരു കാലത്ത് ആ ഒരു സിന്ധ് ടാക്ക എന്ന് പറയുന്ന ആ ഒരു സ്റ്റാമ്പിന്റെ വില എന്ന കാര്യം കൂടി ഓർക്കുക. ഇനി സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റാമ്പ് വരുമ്പോൾ ആ ഒരു സ്റ്റാമ്പിന്റെ വില എന്ന് പറയുന്നത് 3.5 അണയായിരുന്നു. അപ്പോൾ 1947 കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സ്റ്റാമ്പ് വരുന്നു. അതിന്റെ വില 3.5 അണയായിരുന്നു. അതേസമയത്ത് സിന്ധ് ടാക്ക ആദ്യമായിട്ട് ഏഷ്യയിൽ തന്നെ വന്നിട്ടുള്ള ഒരു സ്റ്റാമ്പാണ്. അതിന്റെ വില എന്ന് പറയുന്നത് അര അണയായിരുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് എത്ര രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് മണി ഓർഡർ കൈമാറാനുള്ള ധാരണയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 27 രാജ്യങ്ങളുമായിട്ടാണ്. 27 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് എന്തുണ്ട്? മണി ഓർഡർ കൈമാറാനുള്ള ഒരു ധാരണയുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. എത്ര രാജ്യങ്ങളുമായാണ് ഇന്ത്യക്ക് സ്പീഡ് പോസ്റ്റ് എത്തിക്കാൻ ധാരണയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 97 രാജ്യങ്ങളുമായിട്ടാണ്. അപ്പോൾ എത്ര രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് മണി ഓർഡർ കൈമാറാൻ ധാരണയുണ്ട്? 27. എത്ര രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് സ്പീഡ് പോസ്റ്റ് എത്തിക്കാനുള്ള ധാരണയുണ്ട്? 97 ആണ്. ഇന്ത്യക്ക് മണി ഓർഡർ നേരിട്ട് അയക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഭൂട്ടാനും നേപ്പാളുമാണ്. ഇന്ത്യക്ക് മണി ഓർഡർ നേരിട്ട് അയക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ഏതാണ്? ഭൂട്ടാൻ, അതുപോലെ തന്നെ നേപ്പാളാണ്. എത്ര രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് മണി ഓർഡർ കൈമാറാനുള്ള ധാരണയുണ്ട്? 27. എത്ര രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് സ്പീഡ് പോസ്റ്റ് എത്തിക്കാനുള്ള ധാരണയുണ്ട്? 97 എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ പിൻകോഡ് എത്ര അക്കങ്ങളുണ്ട് നമ്മൾ പരിചയപ്പെട്ടു. 6 അക്കങ്ങളുണ്ട് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇതിലെ ആദ്യത്തെ അക്കം എന്ന് പറയുന്നത് പോസ്റ്റൽ സോണിനെയാണ് കാണിക്കുന്നത്. പോസ്റ്റൽ സോണിനെയാണ് ആദ്യത്തെ അക്കം കാണിക്കുന്നത്. രണ്ടാമത്തെ അക്കം എന്ന് പറയുന്നത് സബ് സോണിനെയാണ് കാണിക്കുന്നത്, ഉപമേഖലയാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ അക്കം എന്ന് പറയുന്നത് സോർട്ടിംഗ് ജില്ലയാണ്. മൂന്നാമത്തെ അക്കം എന്ന് പറഞ്ഞാൽ സോർട്ടിംഗ് ജില്ലയാണ് കാണിക്കുന്നത്. പിന്നെ 4-ാം അക്കം എന്ന് പറയുന്നത് തപാൽ റൂട്ടാണ്. 4-ാമത്തെ അക്കം എന്ന് പറയുന്നത്
തപാൽ റൂട്ട്. അഞ്ചാമത്തെ അക്കം എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് ഓഫീസിനെയാണ് കാണിക്കുന്നത്. അഞ്ചാമത്തെ അക്കം എന്ന് പറയുന്നത് എന്തിനെയാണ്? പോസ്റ്റ് ഓഫീസിനെയാണ് കാണിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ അക്കം മേഖലയാണ്, രണ്ടാമത്തെ അക്കം ഉപമേഖലയാണ്, മൂന്നാമത്തെ അക്കം ഏതിനെയാണ്? സോർട്ടിംഗ് ജില്ലയാണ്, നാലാമത്തെ അക്കം എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന തപാൽ റൂട്ടാണ്. അതുപോലെ തന്നെ അഞ്ചും ആറും എന്തിനെ കാണിക്കുന്നു? പോസ്റ്റ് ഓഫീസിനെയാണ് കാണിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ ഈ പറയുന്ന പിൻകോഡിൽ 6 അക്കമുണ്ട്. അതിൽ ഒന്നാമത്തത് തപാൽ സോണ്, രണ്ടാമത്തത് സബ് സോണ്, മൂന്നാമത്തത് ജില്ല, നാലാമത്തെ തപാൽ റൂട്ട്, പിന്നെ വരുന്ന 2 എന്തിനെ കാണിക്കും? പോസ്റ്റ് ഓഫീസിനെയാണ് കാണിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പോസ്റ്റൽ സോണ്, സബ് സോണ്, അവിടെ നിന്ന് ജില്ല, അവിടെ നിന്ന് തപാൽ റൂട്ട്, പിന്നെ വരുന്നത് പോസ്റ്റ് ഓഫീസ്. അപ്പം നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് പോകും പോസ്റ്റൽ സോണ്, അവിടെ നിന്ന് സബ് സോണിൽ നിന്ന് ജില്ലയിലോട്ട്, ജില്ലയിൽ നിന്ന് കുറേ റൂട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ആ തപാൽ റൂട്ടിലോട്ട്, അവിടെ നിന്ന് നമ്മുടെ ആ ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് വരും. അതാണ് അവസാനത്തെ ആ ഒരു 2 ഡിജിറ്റിലൂടെ പറയുന്നത്. ഇനി അടുത്തായിട്ട് എന്താണ് നമ്മൾ പറഞ്ഞു, 9 എണ്ണമാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഈ 9 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആർമി പോസ്റ്റൽ സോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 9ാമത്തത് എന്താണ്? ആർമി പോസ്റ്റൽ സോൺ ആണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ആർമി പോസ്റ്റൽ സോൺ ആരംഭിക്കുന്ന അക്കം ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 എന്നാണ് വരേണ്ടത്. അപ്പോൾ ആർമി പോസ്റ്റൽ സോൺ ആരംഭിക്കുന്ന അക്കം ഏതാണ്? 9 എന്ന് പറയുന്ന ആ ഒരു അക്കത്തിലൂടെയാണ് എന്ത് ആരംഭിക്കുന്നത്? ആർമിയുടെ പോസ്റ്റൽ സോൺ ആരംഭിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം. ഈ അടുത്തിടെ പോസ്റ്റൽ സർവീസ് ഫോർ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യാൻ തീരുമാനിച്ച ഇന്ത്യയുടെ ഉത്സവം ചോദിക്കും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. ദീപാവലിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു അടുത്തിടെയായിട്ട് US പോസ്റ്റൽ സർവീസ് ഫോർ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഇന്ത്യയുടെ ഉത്സവം ഏതാണ്? ഈ പറയുന്ന ദീപാവലിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഖാദി സ്റ്റാമ്പ് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഖാദി സ്റ്റാമ്പ് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാമ്പിലെ 2 ഭാഷകളാണുള്ളത്. ഒന്ന് ഹിന്ദി ഭാഷയുമുണ്ട്, മറ്റൊന്ന് ഇംഗ്ലീഷ് ഭാഷയുമാണുള്ളത്. ഇന്ത്യൻ്റെ സ്റ്റാമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ഹിന്ദി ഭാഷയുണ്ട്, മറ്റൊന്ന് ഇംഗ്ലീഷ് ഭാഷയുമാണ് ഉള്ളത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഗാന്ധി സ്റ്റാമ്പ് ആദ്യമായിട്ട് പുറത്തിറക്കിയ ഇന്ത്യയാണ്. ഇന്ത്യയുടെ സ്റ്റാമ്പ് 2 ഭാഷകൾ കാണാം, ഒന്ന് ഹിന്ദി, മറ്റൊന്ന് ഇംഗ്ലീഷ് ഭാഷയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ 1947 നവംബർ 21 തീയതി ആദ്യത്തെ സ്റ്റാമ്പ് വരുന്നു നമ്മൾ പരിചയപ്പെട്ടു. ആ ഒരു സ്റ്റാമ്പിൽ എന്തൊക്കെയായിരുന്നു? 1947 നവംബർ 21 തീയതി സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് വരുന്ന സമയത്ത് ആ ഒരു സ്റ്റാമ്പിൽ ഉണ്ടായിരുന്ന ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ പതാകയും ജയ് ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യവുമായിരുന്നു. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ രണ്ടാമതൊരു സ്റ്റാമ്പ് ഡിസംബർ 15 തീയതിയാണ് വരുന്നത്. 1947 തന്നെ ഡിസംബർ 15 തീയതി രണ്ടാമതൊരു സ്റ്റാമ്പ് വരുന്നു. അതിൽ അശോക സ്തംഭമായിരുന്നു മുദ്രയായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്താണ്? ഇന്ത്യൻ ദേശീയ പതാകയും അതുപോലെ തന്നെ ജയ് ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യവുമാണെങ്കിൽ രണ്ടാമത് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് അശോക സ്തംഭമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അശോക സ്തംഭത്തിന് ആ ഒരു മുദ്രയാണ് രണ്ടാമത്തെ സ്റ്റാമ്പിൽ 1947 ഡിസംബർ 15 വന്നപ്പോൾ ഉണ്ടായിരുന്നത്. 1947 നവംബർ 21 ആദ്യത്തെ സ്റ്റാമ്പ് വരുമ്പോൾ അതിലുണ്ടായിരുന്ന ഇന്ത്യൻ ദേശീയ പതാകയും ജയ് ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യവുമായിരുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി സ്വാതന്ത്ര്യ ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജിയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ. എന്നാൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിതയാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീരാബായി ആണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിത എന്ന കാര്യം ഓർക്കുക. അപ്പൊ ആദ്യത്തെ സ്റ്റാമ്പിൽ ഉണ്ടായിരുന്ന എന്തായിരുന്നു? ഇന്ത്യയുടെ ദേശീയ പതാകയും ജയ് ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യവും. രണ്ടാമത്തെ സ്റ്റാമ്പിൽ ഉണ്ടായിരുന്ന അശോക സ്തംഭമാണ്. ആദ്യമായിട്ട് ഒരു സ്റ്റാമ്പിൽ വന്ന സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ഇന്ത്യക്കാരനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ വനിതയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീരാബായി ആണ്. കേരളത്തിൽ നിന്ന് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവാണ്. അൽഫോൺസാമയാണ് വനിതയായിട്ട് വരികയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഈ പറയുന്ന സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഝാൻസി റാണിയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ വനിത എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ആദ്യമായിട്ട് ഒരു വിദേശി വരുന്ന ആരാന്ന് വെച്ചാൽ ഹെൻറി ഡ്യൂറന്റ് ആണ്. അതായത് നമ്മുടെ സ്റ്റാമ്പിൽ, ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വിദേശി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹെൻറി ഡ്യൂറന്റ് ആണ് എന്ന കാര്യം ഓർക്കുക. റെഡ് ക്രോസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ഹെൻറി ഡ്യൂറന്റ്. അപ്പോൾ അദ്ദേഹമാണ് ഈ പറയുന്ന തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വിദേശി എന്ന കാര്യം ഓർക്കുക. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ്? സ്വാതന്ത്ര്യ ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരെന്ന് വെച്ചാൽ ഗാന്ധിജിയാണ്. ആദ്യത്തെ വിദേശി ചോദിച്ചാൽ ഹെൻറി ഡ്യൂറന്റ് ആണ്. ആദ്യ വനിത ചോദിച്ചാൽ മീരാബായി ആണ്. രണ്ടാം വനിത ചോദിച്ചാൽ ഝാൻസി റാണിയാണ്. കേരളവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് ഒരു മലയാളി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആരെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. അതേ സമയത്ത് ഒരു മലയാളി വനിതയാണെങ്കിൽ സിസ്റ്റർ അൽഫോൺസാമയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം.
ഇനി നമ്മുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വിദേശി വനിതകളിൽ ചോദിച്ചാൽ അത് ആദ്യമായിട്ട് ആനി ബസന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് മാർഗരറ്റ് താച്ചറാണ്. മാർഗരറ്റ് താച്ചറും അതുപോലെ തന്നെ ആനി ബസന്റും. അപ്പോൾ ആദ്യമായിട്ട് ഈ പറയുന്ന തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വിദേശി വനിത ആരാണ്? ആനി ബസന്റ്. വിദേശി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഹെൻറി ഡുറന്റ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഒരു നർത്തകി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രുക്മിണി ദേവി അരുണ്ടേലാണ്. രുക്മിണി ദേവി അരുണ്ടേലാണ് ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട നർത്തകി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ആരാണ്? രുക്മിണി ദേവി അരുണ്ടേലാണ്. രുക്മിണി ദേവി അരുണ്ടേലാണ് ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട നർത്തകി എന്ന കാര്യം ഓർത്തിരിക്കുക. ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട നർത്തകി ചോദിച്ചിട്ടുണ്ടെങ്കിൽ രുക്മിണി ദേവി അരുണ്ടേലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഇനി ജീവിച്ചിരിക്കെ തന്നെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജീവിച്ചിരിക്കെ തന്നെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു രാഷ്ട്രപതി തപാൽ സ്റ്റാമ്പിൽ വരികയാണ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഒരു ചിത്രകാരൻ തപാൽ സ്റ്റാമ്പിൽ വരുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ് ആണ് ആദ്യമായിട്ട് ഒരു ചിത്രകാരൻ ഈ പറയുന്ന തപാൽ സ്റ്റാമ്പിൽ വരുന്ന ആരെന്ന് വെച്ചാൽ നന്ദലാൽ ബോസ് ആണ്. അതേസമയത്ത് നർത്തകിയാണ് തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടത് രുക്മിണി ദേവി അരുണ്ടേൽ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എബ്രഹാം ലിങ്കൻ ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ എബ്രഹാം ലിങ്കൻ ആണ്. ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഹ്റു ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ആദ്യത്തെ രാഷ്ട്രപതി നമ്മൾ രാജേന്ദ്ര പ്രസാദ് പഠിച്ചു. ജീവിച്ചിരിക്കെ തന്നെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയെ നമ്മളെ പഠിച്ചു. ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ നെഹ്റു ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ചക്രവർത്തി ആരെന്ന് വെച്ചിട്ട് ആദ്യമായിട്ട് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ചക്രവർത്തി ആരെന്ന് വെച്ചാൽ ചന്ദ്രഗുപ്ത മൗര്യനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യനാണ് ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ചക്രവർത്തി എന്ന കാര്യം ഓർക്കുക. ഇനി തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ഒരു തിരുവിതാംകൂർ രാജാവുണ്ട്. ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ നിന്നൊരു രാജാവ് തപാൽ സ്റ്റാമ്പിൽ വരുന്നത് അത് സ്വാതി തിരുനാളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സ്വാതി തിരുനാളാണ്. ആദ്യം മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ആദ്യം മലയാളി വനിത വെച്ചിട്ടുണ്ടെങ്കിൽ അൽഫോൺസാമയാണ്. ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് ആരെന്ന് വെച്ചാൽ സ്വാതി തിരുനാളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചക്രവർത്തി ആരെന്ന് വെച്ചാൽ ചന്ദ്രഗുപ്ത മൗര്യനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. ഇനി വന്നിട്ടുള്ള സിനിമ നടി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നർഗീസ് ദത്താണ്. ഈ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ സിനിമ നടി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നർഗീസ് ദത്ത് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? രുക്മിണി ദേവി അരുണ്ടേല് ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട നർത്തകിയാണ്. ഇവിടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ നടി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നർഗീസ് ദത്ത് ആണെന്ന കാര്യം ഓർക്കുക. ഇനി നോബൽ സമ്മാന ജേതാവ് ആരെന്ന് വെച്ചാൽ ടാഗോറാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ നോബൽ സമ്മാന ജേതാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ടാഗോറാണ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഒരു വിദേശ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത ഓർത്തിരിക്കണം. ഒരു വിദേശ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരേണ്ടത് മദർ തെരേസയാണ്. മദർ തെരേസയാണ് ഒരു വിദേശ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യൻ വനിത എന്ന കാര്യം കൂടി ഓർത്തിരിക്കാം. ഈ ലോകത്ത് നമ്മളിപ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടു അല്ല, ഇന്ത്യയുടെ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട വനിത ആരെന്നൊക്കെ നമ്മളവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിത എന്ന് പറയുന്നത് മീരാബായി ആണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഈ പറയുന്ന സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വനിത ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വേണ്ടത് ക്യൂൻ വിക്ടോറിയ ആണ്. അപ്പം ലോകത്ത് ആദ്യമായിട്ട് ഒരു തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാലും അതേപോലെ തന്നെ ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ആര് തന്നെയാണ്? ക്യൂൻ വിക്ടോറിയ ആണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് മീരാബായി ആണെന്ന കാര്യം ഓർക്കുക. കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ ആരാണ് വരുന്നത്? അൽഫോൺസാമയാണെന്ന കാര്യം കൂടി ഓർക്കുക. സിസ്റ്റർ അൽഫോൺസാമയാണ് കേരളത്തിൽ നിന്ന് ഒരു വനിത ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി ഒരു വിദേശ രാജ്യത്തെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? മദർ തെരേസയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. മദർ തെരേസയാണ് ഒരു വിദേശ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന കാര്യം ഓർക്കുക. ഇനി 2018 കേരളത്തിലെ ഒരു നവോത്ഥാന നായകൻ ഈ പറയുന്ന ഇന്ത്യൻ സ്റ്റാമ്പിൽ വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ പേരാണ് സി കേശവൻ എന്ന കാര്യം ഓർക്കുക. സി കേശവൻ അദ്ദേഹത്തിന്റെ 125ാമത്തെ ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് സി കേശവൻ എന്നിലേക്ക് വരുന്നത്. ഈ പറയുന്ന തപാൽ സ്റ്റാമ്പിൽ അദ്ദേഹം വരുന്നത്. അപ്പൊ ഈ തപാൽ സ്റ്റാമ്പിൽ വന്ന് അദ്ദേഹത്തെ ആദരിക്കുന്നു. 2018 സി കേശവൻ 125ാമത്തെ ജന്മവാർഷികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന കാര്യം ഓർക്കുക. ഇനി ഈ പറയുന്ന തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നളന്ദ സർവകലാശാലയാണ്. ഇനി ഏതാണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട ചരിത്ര സ്മാരകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുരാനഗിരിയാണ്.
പുരാനകിലിയാണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ആദ്യത്തെ ചരിത്ര സ്മാരകം എന്ന കാര്യം ഓർക്കുക. വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ നളന്തയാണ്, ചരിത്ര സ്മാരകം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരാനകിലിയാണെന്ന കാര്യം ഓർക്കുക. ഈ ഒരു ആരാധനാലയം ആദ്യമായിട്ട് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ വരുന്നത് അത് നമ്മുടെ മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയാണ്. ആദ്യമായിട്ട് ഒരു ആരാധനാലയം നമ്മുടെ തപാൽ സ്റ്റാമ്പിൽ വരുന്നത്. 3 കാര്യങ്ങൾ: ഒന്ന് വിദ്യാഭ്യാസ സ്ഥാപനം നളന്ദ, അതുപോലെ തന്നെ ചരിത്ര സ്മാരകം പുരാനകില, അതുപോലെ തന്നെ ആരാധനാലയമാണെങ്കിൽ അവിടെ വരേണ്ടത് മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഒരു വിദേശ രാജ്യത്തിന്റെ പതാക തപാൽ സ്റ്റാമ്പിൽ വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയുടേത്. അതേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ USSR ആണ്. USSRന്റെ പതാകയാണ് നമ്മുടെ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് വരുന്നത് എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു മലയാള പത്രമുണ്ട് ആദ്യമായിട്ട്, അത് നമ്മുടെ മലയാള മനോരമയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം മലയാള മനോരമയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള പത്രം എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ PSC പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അവിടെ തന്നെ മലയാളികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. മലയാളത്തിൽ നിന്നൊരു കവി ആദ്യമായിട്ട് ഈ പറയുന്ന തപാൽ സ്റ്റാമ്പിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കുമാരനാശാനാണ്. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് കുമാരനാശാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ചോദിക്കും, അത് നമ്മുടെ EMS ആണ്. EMS ആണ് തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ചിത്രകാരൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജാ രവിവർമ്മയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. രാജാ രവിവർമ്മയാണ് തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യത്തെ ചിത്രകാരൻ. തൊട്ടു മുമ്പ് നമ്മൾ എന്താ പരിചയപ്പെട്ടത്? തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ചിത്രകാരൻ, അല്ലെങ്കിൽ ആദ്യത്തെ ചിത്രകാരൻ ആരെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നന്ദലാൽ ബോസ് ആണ്. ഇവിടെ മലയാളിയായിട്ടുള്ള ആദ്യത്തെ ചിത്രകാരൻ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാ രവിവർമ്മയാണെന്ന കാര്യം ഓർക്കുക. ആദ്യത്തെ കവി കുമാരനാശാൻ, ആദ്യത്തെ കേരള മുഖ്യമന്ത്രി EMS, ആദ്യത്തെ കേരളത്തിലെ ഒരു ചിത്രകാരൻ രാജാ രവിവർമ്മയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ആദ്യത്തെ ഒരു മലയാള നടൻ വരികയാണെങ്കിൽ അത് പ്രേം നസീറാണ്. മലയാളത്തിൽ നിന്ന് ഒരു നടൻ ആദ്യമായിട്ട് ഈ പറയുന്ന തപാൽ സ്റ്റാമ്പിൽ വരുന്നത് ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പ്രേം നസീറാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു മലയാള നടൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെടുകയാണ്. അത് ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പ്രേം നസീറാണെന്ന കാര്യം ഓർക്കാം. തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ട ഒരു കാര്യമാണ് VK കൃഷ്ണമേനോൻ. ഓർത്തിരിക്കണം, 2 തവണ അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. തപാൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വാർത്താവിനിമയം എന്ന് പറയുന്ന മേഖലയിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. സിലബസിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും ഒരു ചോദ്യം നിർബന്ധമായിട്ടും പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇതിലേതും നമുക്കൊരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. അടുത്തൊരു റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് വൈകാതെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.